നമസ്കാരം, ഷെക്കേന ഫയർ റൂമിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ ജോസ്. ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ രാജ്യമെങ്ങും വർദ്ധിക്കുന്ന ഒരു സാഹചര്യം, അത് ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലത്താണ് നമ്മൾ ഈ ഫയർ റൂമുമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഛത്തീസ്ഗഡിൽ സിസ്റ്റർ വന്ദന, സിസ്റ്റർ പ്രീതി, ഈ രണ്ട് സന്യസ്തർക്കെതിരെ നടന്ന ബജ്രംഗ് പ്രവർത്തകർക്ക് നടത്തിയ ആക്രമണം, അതിനുശേഷമുള്ള കോടതിയിലേക്ക് എത്തിയ രംഗങ്ങൾ, അതിനുശേഷം അവർക്ക് ജാമ്യം ലഭിച്ചു, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഓരോ ദിവസവും ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളം ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സന്യസ്തർക്കെതിരെ, ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ആക്രമണങ്ങൾ മുന്നോട്ട് വരുമ്പോഴും വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മിഷണറി പ്രവർത്തകർ, അവരുടെ നിശ്ചയദാർഢ്യം, അവരുടെ വിശ്വാസം തീർച്ചയായിട്ടും അത് മാതൃകാപരമാണ്. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ക്രൈസ്തവ മിഷണറിമാർ പുലർത്തേണ്ട ജാഗ്രത, അതൊരു ചോദ്യചിഹ്നമായി, അതൊരു ചർച്ചാ വിഷയമായി മുന്നോട്ട് വരേണ്ടതില്ലേ? കാലഘട്ടത്തിന് അനുസരിച്ച് പുത്തൻ മിഷൻ സാധ്യതകൾ നമ്മൾ കണ്ടെത്തേണ്ടതില്ലേ? നമ്മുടെ മിഷൻ കോളിൽ അല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങളിൽ നമുക്ക് പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കേണ്ട ചില ഇടങ്ങൾ കൂടി നമ്മൾ കണ്ടെത്തേണ്ടതല്ലേ? എന്തൊക്കെയാണ് ഈ വിഷയങ്ങളിൽ സഭ ചിന്തിക്കേണ്ടത്, സന്യാസ സമൂഹം ചിന്തിക്കേണ്ടത്? മാത്രമല്ല, ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇൻട്രസ്റ്റുകൾ, അതും നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഷെക്കേന ഫയർ റൂമിൽ എൻ്റെ കൂടെയുള്ളത് ശ്രീ ആന്റണി സച്ചിൻ, സാമൂഹിക നിരീക്ഷകൻ, അതോടൊപ്പം തന്നെ ശ്രീ റോണി അഗസ്റ്റിൻ, കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ രൂപതയുടെ ട്രഷറർ. രണ്ടുപേർക്കും, പ്രിയ പ്രേക്ഷകർക്കും ഷെക്കേന ഫയർ റൂമിലേക്ക് സ്വാഗതം. ശ്രീ സച്ചിനിൽ ഈ ചർച്ച ആരംഭിക്കുകയാണ്. രണ്ട് സിസ്റ്റേഴ്സിന്റെ പേരായിരിക്കും ഇന്ന് ഈ നാട്ടിലെ ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം, അല്ലേ? രണ്ടുപേർ, അവരുടെ ജീവിതം, അവരുടെ സഭ, അവർ ചെയ്ത നന്മകൾ, അതാണ് കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നന്മകൾ മാത്രമാണ് സന്യാസ സമൂഹങ്ങൾ, അത് പ്രത്യേകിച്ച് സന്യാസിനി സമൂഹങ്ങൾ അല്ലെങ്കിൽ വൈദികർ ഉൾപ്പെടുന്ന വലിയ ഒരു മിഷണറി സമൂഹമാണ് ഈ രാജ്യത്തെ ഇന്ന് എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും. നമുക്കതിനകത്ത് തർക്കമില്ല. എന്നാൽ ഈ വിഷയം വന്നതോടുകൂടി ഈ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ചെയ്യുന്ന നന്മ പ്രവൃത്തികളെ ഒത്തിരി നമുക്ക് അറിയാൻ സാധിച്ചു. കേരളത്തിലത്, ഉത്തരേന്ത്യയിൽ നമുക്കറിയാം, അതിനുശേഷവും ഈ ഒരു ആക്രമണങ്ങളുടെ എണ്ണമൊക്കെ കൂടുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനെല്ലാം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, പുതിയ കാലത്തേക്ക് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളുടെ മിഷണറി പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ കുറച്ചുകൂടി നമ്മൾ അവെയർ ആകണമോ എന്ന് വെച്ചാൽ, നമ്മൾ സർപ്പത്തെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമാകാൻ തന്നെ കർത്താവ് പറയുമ്പോൾ, നമ്മൾ ഈ നിഷ്കളങ്കതയുടെ ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ പലപ്പോഴും വീക്ഷിക്കുമ്പോൾ ഒരു ജാഗ്രതയുടെ കുറവ് നമുക്ക് പലപ്പോഴും സംഭവിക്കാറുമുണ്ടല്ലോ. ഇതിനെ എല്ലാത്തിനെയും ഒന്ന് സമ്മറൈസ് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് പഠിക്കാൻ എന്താണ് ഉള്ളത്? എനിക്ക് തോന്നുന്നു, നമുക്ക് അത്യാവശ്യം നമ്മൾ ഓരോ നാട്ടിലും മിഷൻ പ്രവർത്തനം നടത്തുമ്പോഴത്തേക്ക് അവിടുത്തെ നിയമത്തെക്കുറിച്ച് ബോധവാന്മാരാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കേസിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ജോലിക്കായിട്ട് ഒരുപക്ഷെ കേരളത്തിലേക്ക് വരുന്നതാണെങ്കിൽ അവിടെ പുതിയതായിട്ട് എന്തെങ്കിലും നിയമനിർമ്മാണങ്ങൾ, ഇപ്പൊ അവിടെ നിന്നൊരു ആദിവാസി മേഖലയിൽ നിന്ന് ഒരാള് നമ്മളൊരു മറ്റൊരു സംസ്ഥാനത്തേക്ക് ജോലിക്കായിട്ട് വരുമ്പോഴത്തേക്കുമുള്ള നിയമങ്ങൾ, അതിന്റെ പാലിക്കപ്പെടേണ്ട ചില നിയമങ്ങളിൽ ചിലപ്പോൾ നമ്മൾ അത്രയും അപ്ഡേറ്റഡ് ആകാത്തതിന്റെ ഫലമായിട്ടായിരിക്കാം അങ്ങനത്തെ ചില ആരോപണങ്ങൾ നമ്മൾ നേരിട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പൊതുവെ കാത്തലിക്സ് അല്ലെങ്കിൽ സന്യസ്തരൊക്കെ ആണെങ്കിലും അവരെപ്പോഴും, അച്ഛന്മാരാണെങ്കിലൊക്കെ എപ്പോഴും നിയമം വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുകയും നിയമം പാലിക്കപ്പെടാനായിട്ട് ഇതാണ് നമ്മൾ പൊതുവെ കണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇത് അങ്ങനെ ഒരു ചെറിയ വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള ഒരു തോന്നലാണ് എനിക്കുള്ളത്. ചിലപ്പോൾ ആ ഒരു കാരണത്താൽ ഈ പറഞ്ഞ ബജ്രംഗദൾ പ്രവർത്തകർ അത് ഒരു ആൾക്കാരെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു പ്രവർത്തനത്തിലാണ് നമ്മൾ ഏർപ്പെടുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യാത്തതിനാൽ അത് ആ ഒരു കാരണം പിടിച്ചുകൊണ്ട് പിന്നെ മറ്റു വിഷയങ്ങളിലേക്ക് മതം മാറ്റം അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നിരവധി ആരോപണങ്ങൾ തുടങ്ങുന്നതിന് ഈ ഒരു ചിലപ്പോൾ നമ്മൾ ആ നിയമം പാലിക്കപ്പെടാത്തതിന് കുറച്ച് എല്ലാ നിയമങ്ങളും പൂർണ്ണമായും നമ്മൾ പാലിച്ചായിരിക്കാൻ പോകുന്നത്, പക്ഷെ അതിലൊരു ക്രോസ് ചെക്കിങ്ങും ഒന്നും കൂടി ഉറപ്പുവരുത്തുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ ഒരു
ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒരാളെ എന്ത് ദൗത്യത്തിനാണ് നമ്മൾ കൊണ്ടുപോകുന്നത്, ശരിയാണ്, ഡോക്യുമെന്റുകൾ, വേണ്ടവിധം ഡോക്യുമെന്റുകൾ നമ്മൾ അവിടെ എടുത്തത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രായപൂർത്തിയായവരാണ് അവര്, പെൺകുട്ടികള്. അവരുടെ പാരന്റ്സിന്റെ ഒരു കൺസെന്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മാത്രം പോരാ, മറ്റ് ചില നിയമപരമായിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ. സംസാരിക്കുന്നത് ഛത്തീസ്ഗഡ് വിഷയത്തിൽ ഒരു വീഴ്ച ഉണ്ടായെന്നൊന്നുമല്ല, ഒരു വീഴ്ച ഉണ്ടായില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ ജനറലി ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ് സൈഡിൽ നമുക്ക് ഒരു കാര്യങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് ചെക്ക് ലിസ്റ്റ് ആക്കി നമ്മൾ അത് പൂർത്തീകരിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഒന്നാമത്. രണ്ട്, അങ്ങ് പറഞ്ഞതുപോലെ നമുക്ക് ഈ വിഷയങ്ങളിലൊക്കെ നിയമത്തിന്റെ കണ്ണോടുകൂടി കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിയമങ്ങളെ കാണാനും, ആ നിയമങ്ങൾ ഓരോ നാട്ടിലെയും വ്യത്യസ്തമായ നിയമങ്ങളാണെങ്കിൽ ആ നിയമങ്ങൾ അനുസരിച്ച് നമ്മളുടെ ഭാഗം ക്ലിയർ ആക്കാനുള്ള ഒരു ശ്രമം നടത്തുക എന്നതാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും? അതാണ് ഇപ്പൊ ഈ വിഷയം ഇത്രത്തോളം ഛത്തീസ്ഗഡിൽ പോലും അവര് ഇത്രയും കത്തിക്കാൻ ഇടയായത് പോലും എനിക്ക് തോന്നുന്നു ഇത് ഒരു പ്രധാന കാരണമായിട്ട് അവര് എടുത്തു കാണിച്ചിട്ടുണ്ടെന്നുള്ളത്. അവകാശം അവരുടെ വാദം മാത്രമാണ്, അത് നമുക്ക് വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല. അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കില്ല. അതിനകത്ത് പ്രധാന വിഷയം തിരുവസ്ത്രം തന്നെയാണ്. അന്ന് അവിടെ ആ വിഷയം ഉണ്ടാകുന്നത്. തൃശ്ശൂർ അതിരൂപത ഈ വിഷയത്തിൽ, ഛത്തീസ്ഗഡ് വിഷയത്തിൽ പ്രതിഷേധിച്ചപ്പോൾ അതിൽ ഉയർത്തിയ ഒരു പ്ലക്കാർഡ് ഉണ്ട്. നിരവധി പ്ലക്കാർഡ് വിഷയങ്ങൾ ഉന്നയിച്ചിരുന്നു. തിരുവസ്ത്രം ഞങ്ങൾക്ക് അഭിമാനം എന്ന് തന്നെയാണ് തൃശ്ശൂർ അതിരൂപതയുടെ പ്രതിഷേധത്തിൽ ഉന്നയിച്ചത്. ഞാനിത് പറയാൻ കാരണം, അന്ന് റെയിൽവേ സ്റ്റേഷനിൽ 2 സിസ്റ്റേഴ്സ് ഗോത്രവർഗത്തിൽപ്പെട്ട 3 പെൺകുട്ടികളോടൊപ്പം നിൽക്കുന്ന കണ്ടപ്പോൾ ഇവിടെ ചിലർക്ക് അസ്വസ്ഥരായി എങ്കിൽ അത് ആ ഉടുപ്പിനെയാണ്, ആ തിരുവസ്ത്രത്തിനെയാണ് അവർ പേടിക്കുന്നത്. അപ്പോൾ ഇവിടെ ജാഗ്രത കുറവ് എന്ന് പറയുന്നത് ഇപ്പൊ ഡോക്യുമെന്റേഷന്റെ കാര്യത്തിൽ, ഇപ്പം ഒരു കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കരുതണം. സാധാരണ ഇപ്പൊ പബ്ലിക്കിന്റെ അറിവിലുള്ള കാര്യങ്ങളാണ് അസിസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത്. മാതാപിതാക്കളുടെ കൺസേൺ ലെറ്റർ ഉണ്ട്. ഈ പെൺകുട്ടികളുടെ റിലേറ്റീവ് തന്നെയാണ് ഇവരോടൊപ്പം. നമുക്ക് ആ വിഷയം നമുക്ക് ക്ലിയർ ആണ്. നമ്മൾ ആ വിഷയത്തിലല്ല നമ്മൾ ചർച്ച നടത്തുന്നത്, അല്ലെ? അങ്ങേക്ക് അറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ പറഞ്ഞുറപ്പിക്കുന്ന ഇത്ര കാര്യമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ 100 കണ്ണുകൾ കാത്തിരിക്കുന്നു. തിരുവസ്ത്രമണിഞ്ഞ് വിശുദ്ധയായ ഒരു സിസ്റ്ററോ വിശുദ്ധനായ ഒരു വൈദികരോ നടന്നു നീങ്ങുമ്പോൾ അവരെ എങ്ങനെ കുടുക്കാമെന്ന ഒരു കുറുക്കന്റെ ബുദ്ധിയുമായി മുന്നോട്ട് പോകുന്ന തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, ബജ്രംഗ് ദൾ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഈ രാജ്യത്തുണ്ട് എന്നും ഇവരുടെ ഒന്നും ഉദ്ദേശം നല്ലതല്ലെന്നും നമുക്ക് ഉറപ്പുവരുത്താനുള്ള ഒരു ജാഗ്രത ഉണ്ടാകുക എന്നോ ഇതിനേക്കാളൊക്കെ അപ്പുറത്തെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെ റോണി? ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരു ജാഗ്രത നമുക്ക് അങ്ങനെ ഉണ്ടാകണം. നമുക്ക് തിരിച്ചു വരാം. നമ്മളുടെ ഈ മിഷൻ പ്രവർത്തനം, അതിൻ്റെ ഒരു ഔട്ട്കം, അല്ലെങ്കിൽ നമ്മൾ കാലങ്ങളായി നമ്മൾ മിഷൻ പ്രദേശങ്ങളിൽ ഇത്രയേറെ എഫേർട്ടുകൾ എടുത്തു. ഒരു നാടിനെ എഴുതാൻ പഠിപ്പിച്ച്, വിദ്യാഭ്യാസം കൊടുത്ത്, മക്കളെ ചേർത്ത് പിടിച്ച്, ആരോഗ്യ മേഖലയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച്, സാമൂഹികമായിട്ടുള്ള നവോത്ഥാനം എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ ഈ ഒരു നാടിനെ മുന്നോട്ട് നയിച്ചു. അവർക്ക് വരുമാനം ഉണ്ടാക്കി, മക്കളെ പഠിപ്പിച്ചു. അവിടെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചവരാണ് നമ്മളുടെ സന്യസ്തർ, അല്ലെങ്കിൽ നമ്മളുടെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ പോയിന്റ് ഇതാണ്. ശരിക്കും നമ്മളുടെ ഇവര് പല സംഘടനകൾ ആരോപിക്കുന്നത് പോലെ, തീവ്രപ്രസ്ഥാനങ്ങൾ ആരോപിക്കുന്നത് പോലെ ഒരു മതം മാറ്റം എന്ന് പറയുന്ന ഒരു സംഭവം കാത്തലിക് ചർച്ചിൽ നടക്കുന്നില്ല എന്ന് തന്നെ നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ പറയുമ്പം ശരിക്കും നമ്മൾ ചോദിക്കേണ്ടത്, തീർച്ചയായിട്ടും അത് നടക്കുന്നില്ലായിരിക്കാം, പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമ്മളുടെ ഇത്രയും നാളത്തെ നമ്മളുടെ ഒരു മിഷണറി എഫേർട്ടിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതൊരു നമ്പറിലായിരിക്കില്ല എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അതൊരു പക്ഷേ നമ്മൾ ഗുഡ് വില്ല് പോലെയാണ്, അല്ലേ? ഗുഡ് വില്ല് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ, അല്ലെ, ഇൻവിസിബിൾ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിനെ തീർച്ചയായിട്ടും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് എന്താണ്, അത് ഇങ്ങനെ എയറിൽ നിൽക്കുകയാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഇങ്ങനത്തെ നമ്മളുടെ ഈ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ വിലയിരുത്തുമ്പോൾ അതിനൊരു നമ്പറിൽ നമുക്ക് വിലയിരുത്താൻ പാടുണ്ടാവും, അല്ലെ? 1. 2, നമ്മളുടെ ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ ശരിക്കും നമ്മൾ അന്ന് വിഭാവന ചെയ്ത പോലെയുള്ള ഒരു ആത്മീയ തലത്തിൽ നമുക്ക് ആ നിലയിലുള്ള ഒരു റിസൾട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ 2 ചോദ്യം പ്രധാനപ്പെട്ടതല്ലേ സച്ചിൻ? തീർച്ചയായിട്ടും. നമ്മൾ ചെയ്ത് തുടങ്ങുന്നപ്പോൾ ഒരു തീർത്തും വിദ്യാഭ്യാസപരമായിട്ടോ യാതൊരുവിധ സാംസ്കാരികപരമായിട്ട് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാൻ നമ്മൾ അവരെ ഒരു അക്ഷരം പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്, വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്.
ലോകത്തെക്കുറിച്ചും ഭാഷയെക്കുറിച്ചും ഒക്കെയുള്ള അറിവ് കൊടുക്കുക എന്നത് തന്നെയാണ് ഏറ്റവും അഭികാമ്യം എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവൻ ആരാണെന്ന് തിരിച്ചറിയണമെങ്കിൽ പോലും നമുക്ക് സുവിശേഷം പങ്കുവെക്കണമെങ്കിൽ പോലും അവന് ബൈബിൾ വായിക്കണമെങ്കിൽ പോലും അക്ഷരാഭ്യാസം നിർബന്ധമല്ലേ. അപ്പൊ ആയതിനാൽ നമുക്ക് ആ കൂട്ടത്തിൽ ഒരാള് ഒരു ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരാൻ ഒരു കുടുംബം താല്പര്യപൂർവ്വം വന്നാൽ പോലും അവർക്കും നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. അപ്പൊ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ചെറിയ തലത്തില്, ഇപ്പൊ വലിയ സ്കൂളോ വലിയ കെട്ടിടങ്ങളൊന്നും ഉള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ചുറ്റുപാടുമുള്ള നമ്മുടെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നിലവിൽ അവിടെയൊക്കെ ഒരു രൂപതകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഉള്ള പ്രദേശങ്ങളിൽ തിരഞ്ഞെടുത്ത് ചെറിയ രീതിയിൽ നമ്മൾ അക്ഷരാഭ്യാസം കൊടുത്തു തുടങ്ങുന്നു. ഇത്രേ ഉള്ളൂ ഞാൻ നോക്കുന്നത് വെച്ചാല്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇമ്മീഡിയറ്റ്ലി ഒരു നമ്പറിൽ ഒരു കണക്ക് പുസ്തകത്തിൽ ഇത്ര പേർക്ക് എന്നതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ അങ്ങനെ നമുക്കൊരു കണക്ക് പോലും കാണാം. അതെ, തീർച്ചയായിട്ടും. അതായത് തീരെ ഒരു ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഡോക്ടറെ ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവില്ല, നല്ലൊരു ഡോക്ടറെ കണ്ടിട്ടുണ്ടാകത്തില്ല. ഇനി ഒരു ആശുപത്രി എന്ന് പറയുന്നത് അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു ദൂരത്തിലായിരിക്കും ആശുപത്രി പോലും. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ചിലപ്പോൾ ഒരു മെഡിക്കൽ ഡോക്ടറിന്റെ സാന്നിധ്യം, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ സിസ്റ്റർമാരുടെ ഇടയിൽ തന്നെ ഒരു അങ്ങനത്തെ പരിശീലനം ലഭിച്ച നഴ്സിംഗ് പരിശീലനം ലഭിച്ചിട്ടുള്ളവരൊക്കെ വരുന്നത് തന്നെ ഒരു പ്രദേശത്ത് ഉണ്ടാക്കുന്ന ഒരു മാറ്റം, അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം, ആ മാറ്റം വളരെ പ്രധാനപ്പെട്ടത്. ഒരുപക്ഷെ ഈ രോഗത്തെ കുറിച്ച് പോലും ഇപ്പൊ നമുക്കറിയാലോ, ഒരു 10 വയസ്സ് തികയുന്നതിന് മുമ്പ് എന്തോരം കുത്തിവയ്പ്പുകൾ ഒരു കുട്ടി എടുക്കുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലോട്ടൊക്കെ പോയാലാണല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പൊ അതൊന്നും എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലാണ് ഇവര് പോയിട്ട് ഈ ശുശ്രൂഷ ചെയ്ത് തുടങ്ങുന്നത്. തുടങ്ങുമ്പോഴത്തെ നമുക്ക് ഒരു 10 വർഷമോ 20 വർഷം കൊണ്ടൊന്നും ആകില്ല. നമ്മുടെ ഇവിടെ മിഷണറിമാര് വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി കേരളത്തിലെ? നൂറ്റാണ്ടുകള് അല്ലേ. നമുക്കിപ്പോ വിദ്യാഭ്യാസപരമായിട്ട് നോക്കുവാണെങ്കിൽ ശരിക്കും ഒരു 300 വർഷത്തെ ഒരു കണക്ക് നമുക്ക് പറയാനുണ്ട് അല്ലെ. ആ 300 വർഷത്തെ അധ്വാനം ഇട്ടതിന്റെ ഫലമാണ് ഇന്ന് കേരളത്തിൽ ഇന്ന് കാണുന്ന ഇത് നമ്പർ 1 എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ 5 വർഷം കൊണ്ട് ഉണ്ടായതല്ല കേരളത്തിന്റെ വികസനം. ആരോഗ്യ മേഖലയിലെ കുതിച്ചുചാട്ടം, വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റോ, സാമൂഹിക നവോത്ഥാനം ഒന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുത്തകയല്ല, അവരുടെ എഫേർട്ട് ഉണ്ടായതല്ല. അതെ. അപ്പൊ ഛത്തീസ്ഗഡ് പോലത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ഒരു സ്ഥലങ്ങളിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ നിരന്തരമായിട്ട് വീണ്ടും അടുത്ത തലമുറയിലെ സിസ്റ്റർമാരും സന്യസ്തരും അല്ലെങ്കിൽ അൽമായരും ഒക്കെ വരികയും അവിടെ ഈ പ്രവർത്തനങ്ങൾ തുടരുകയും വീണ്ടും 100, 200, 300 വർഷ കാലയളവിലാണ് കേരളം പോലത്തെ ഒരു സംസ്ഥാനമായിട്ടൊക്കെ മാറ്റപ്പെടുന്നത്. തീർച്ചയായിട്ടും പല മിഷണറി സിസ്റ്റേഴ്സുമായിട്ട് സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു കേരളം ഒരു 200 വർഷം മുമ്പാണെങ്കിൽ എങ്ങനെ, അങ്ങ് പറഞ്ഞത് 100% യോജിക്കുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ മിഷൻ പ്രവർത്തനം. പ്രത്യേകിച്ച് ആസാമിലും മണിപ്പൂരിലും മിസോറാമിലും രാജസ്ഥാൻ ഗ്രാമങ്ങളിലുമൊക്കെയുള്ള ഒത്തിരി സ്നേഹമുള്ള സിസ്റ്റേഴ്സ് ആയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഇവർ പറയാറുണ്ട്, നമ്മൾ അങ്ങനെ ഒരു നാടിനെയാണ് ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും ഒരു പക്ഷേ നമ്മളുടെ ഒരു സ്വാഭാവികമായ ഒരു ചോദ്യം, ഇത് ഗവൺമെന്റ് ചെയ്യേണ്ടതല്ലേ എന്നൊരു ചോദ്യം അല്ലേ. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒരു ഗവൺമെന്റ് സർക്കാർ ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്നൊക്കെ നാട്ടിലേക്ക് വാ, ഇവിടെ നാട്ടിൽ പാവങ്ങളുണ്ടല്ലോ. നമ്മൾ എന്ത് പറഞ്ഞാലും പറയും നാട്ടിലെ പാവങ്ങളുണ്ടല്ലോ, വീട് വെച്ചാലും പറയും നിങ്ങൾ എന്തിനാണ് 3 നിലയുടെ വീട് വെക്കുന്നത്, പാവങ്ങളുണ്ടല്ലോ അല്ലെ. ഒരു പള്ളി പണിയുമ്പോൾ പോലും ഈ വാദം നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. ഇപ്പൊ എടപ്പള്ളി പള്ളിയൊക്കെ പണിത സമയത്ത് അത് എനിക്കൊന്ന് മലയാളത്തിലെ പ്രമുഖ ചാനലിന്റെ ഒരു ചർച്ചാ വിഷയം തന്നെ ഇങ്ങനെയായിരുന്നു, ദൂർത്ത് വേണോ പള്ളിക്ക് എന്നൊക്കെ പറഞ്ഞു. എനിവേ ദാറ്റ്സ് എ ഡിഫറെന്റ് കേസ്. ഇവിടെ തിരിച്ചു വരുമ്പം ഇത് ഒരു പ്രധാനപ്പെട്ട വാദം തന്നെയാണ് അല്ലെ. എന്താണ് അങ്ങയുടെ മറുപടി? ഈ ഒരു വാദം ഇപ്പൊ ഈ ഛത്തീസ്ഗഡ് വിഷയത്തിന് ശേഷം പലരും ഉന്നയിക്കുന്നുണ്ട്. ഇതൊക്കെ സർക്കാരോ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ടവരോ ചെയ്തോളും, നിങ്ങൾ അവിടെ പോയിട്ട് അവിടെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ തിരിച്ചു വന്ന് നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കൂ എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാല് സുവിശേഷ പ്രഘോഷിക്കുക എന്ന് പറയുന്നത് യേശുക്രിസ്തു നമ്മളെ ഏൽപ്പിച്ച ദൗത്യം എടുത്ത് പോകാനാ പറഞ്ഞത് അല്ലെ. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാവരും മതം മാറ്റി ക്രൈസ്തവനാക്കാനല്ല യേശുക്രിസ്തു പറഞ്ഞത്, സുവിശേഷം പ്രഘോഷിക്കാനാണ് പറഞ്ഞത്. ആ സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ ആ സുവിശേഷം എത്താത്ത ഗ്രാമാന്തരങ്ങളിലേക്ക് എത്തിപ്പെട്ട് അവർക്ക് അറിവ് പകർന്നു കൊടുക്കും. ഇത് ഗ്രഹിക്കാനുള്ള ഒരു കഴിവ് അവനുണ്ടാവുന്നുണ്ട്. ഇനി 300 വർഷത്തെ പഴക്കം പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, ഇപ്പോഴും അവിടെയുള്ള ഗ്രാമങ്ങളിൽ ദിവസം കുളിക്കുന്നവരില്ല. അവർക്ക് അതൊന്നും അവന്റെ ശരീരത്തിന്റെ ഒരു ഹൈജീനിറ്റിയുടെ ഒരു ഭാഗമാണെന്നുള്ള ചിന്ത, അത്ര അറിവ് പോലും ഇല്ലാത്ത ആളുകളുണ്ട്. ഇവർക്കൊക്കെ ഈ അറിവ് പകർന്നു കൊടുക്കുന്നത് ഒരു സുവിശേഷ വേല തന്നെയാണ്.
അല്ലാണ്ട് ഇതിന്റെയൊക്കെ അർത്ഥം അവന് അറിവ് കൊടുത്തു, അവന് വിദ്യാഭ്യാസം കൊടുത്തു, അവനെ എഴുതാൻ പഠിപ്പിച്ചു, അവനെ വായിക്കാൻ പഠിപ്പിച്ചു, അവന് നല്ല ആരോഗ്യ പരിരക്ഷണം കൊടുത്തു എന്നതൊക്കെ കൺവേർഷന്റെ ഭാഗമാണെന്നുള്ള ചിത്രീകരണം അത് തൽപര കക്ഷികളുടെ മാത്രമല്ല നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റം അതൊരു പക്ഷേ ഇന്ത്യ പോലൊരു 150 കോടി ജനങ്ങളുടെ രാജ്യത്ത് എല്ലാ ഗ്രാമങ്ങളെയും ഡെവലപ്മെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇന്ത്യ പോലൊരു ഡെവലപ്പിംഗ് രാജ്യത്തിന് ഒരുപക്ഷെ അത് അസാധ്യമാണോ എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ സിസ്റ്റം എത്താത്ത ഇടങ്ങളിലാണ് നമ്മളുടെ സിസ്റ്റേഴ്സ് അല്ലെ, സിസ്റ്റം എത്താത്ത സിസ്റ്റേഴ്സ് എത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഗ്രാമത്തെ ബിൽഡ് ചെയ്യുന്നത് നമ്മളാണ്. ഒരു സർക്കാർ സംവിധാനത്തിന് പോലും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളുടെ നാട്ടിൽ നിന്ന് ജനിച്ച് ജീവിച്ച് മുന്നോട്ട് പോയ സിസ്റ്റേഴ്സിന് ദൈവകൃപയാൽ സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഗവൺമെന്റ് ഉണ്ടായിട്ട് എത്ര വർഷമായി? 47 മുതലാണ് നമുക്ക് ഗവൺമെന്റ് എന്ന് പറയുന്ന സംവിധാനമൊക്കെ വരുന്നത്. നമ്മൾ ഈ 100-300 വർഷമായിട്ട് ഇവിടെ ഗവൺമെന്റ് ഉള്ള പോലെ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോ പക്ഷെ 300 വർഷമായിട്ട് ഇവിടെ മിഷണറി പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതാണ്. അപ്പൊ ഗവൺമെന്റ് ഉണ്ടാകുന്നതിന് മുമ്പ്, ഇപ്പൊ ഗവൺമെന്റിന് എന്ന് പറയുന്ന ഒരു കുട്ടിയായിട്ട് കണ്ട ഗവൺമെന്റ് എന്ന് പറഞ്ഞ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് 200-250 വർഷം മുമ്പ് നമ്മൾ ഈ പണി ഇവിടെ ചെയ്തിട്ടുണ്ട്. അല്ല, അതിന് മുമ്പേ ഉണ്ട്. 300 അല്ല, 1000 അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണത് ഈ ഒരു സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്കൂൾ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ നമ്മൾ അച്ചടി എന്ന് പറയുന്നത്, അച്ചടിക്കൊക്കെ ശരിക്കും 1500-കളൊക്കെ ആയപ്പോ ഗോവയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആ കാലഘട്ടത്തിൽ നോക്കുമ്പോഴത്തേക്ക് അത് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റും കൂടെ, ഇന്നത്തെ ഒരു ഇന്റർനെറ്റ് പോലെയാണല്ലോ അന്നത്തെ അച്ചടി എന്നൊക്കെ പറയുന്നത്, അതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തതെല്ലാം മിഷണറിമാരാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ മിഷണറിമാര് വന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഈ കോസ്റ്റൽ ഏരിയയിലൂടെയൊക്കെ കടന്നുപോയതും അങ്ങനെ ചില ഭാഗങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇതുവരെ എത്താത്ത ഒരു സ്ഥലം നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും മിഷണറിമാര് ഒരു സാന്നിധ്യം പോലും എത്താത്ത, അല്ലെങ്കിൽ മിഷണറിമാരിലൂടെ നമുക്ക് തദ്ദേശീയരായിട്ടുള്ള ആളുകൾ കിട്ടി അവര് പോലും എത്താത്ത സ്ഥലം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഇന്ന് കേരളത്തിന്റെ ഒരു 300 വർഷം പിന്നോക്കമുള്ള ഒരു അവസ്ഥയായിരിക്കും. ഞാൻ ഒരിക്കലും ഒരു വീഡിയോ 2010 ഒരു വീഡിയോ ആണ് തോന്നുന്നത്. ഒരു സ്ട്രീറ്റിലിരുന്ന് ഒരു വഴിയിലിരുന്ന് പല്ല് നോക്കുന്ന ഒരു ആള്, അതായത് പല്ലിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ പരിശോധിച്ചിട്ട് അതിന് വേണ്ടി, അത് ഡെന്റിസ്റ്റ് എന്ന് പറയില്ലേ, അത് നമ്മള് ഇപ്പൊ നാടൻ ഡോക്ടർ എന്ന് പറയുന്നത് 2010 നോർത്ത് ഇന്ത്യയിലുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓർക്കുന്നു, നമ്മളാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റുമോ അങ്ങനെ? നമുക്കൊരു ഡെന്റിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഉള്ള ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ, അത്രയും ഒരു ക്ലിനിക്ക് എന്ന് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളവിടെ പോകത്തുള്ളൂ അല്ലേ? പക്ഷെ അവിടെ ഇപ്പോഴും ഈ പറഞ്ഞ സാധാരണ ആൾക്കാരൊക്കെ പോയി ഇതിന്റെ ചികിത്സ തേടുന്നത് ഈ പറഞ്ഞ റോഡ് സൈഡിൽ ഇരുന്ന്. ഇതില് എനിക്കൊന്നുകൂടി കൂട്ടിച്ചേർക്കാണ്ട്, എന്തുകൊണ്ട് ഇതൊക്കെ ഒരു ഉത്തരേന്ത്യകളിൽ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നു, വിഷയങ്ങൾ, അതാണല്ലോ നമ്മുടെ ആത്യന്തിക വിഷയം. ഇതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഇവരെ ബോധവാന്മാരാക്കുമ്പോൾ അടിയാളന്മാരെന്നുള്ള ഒരു സിസ്റ്റം അവിടെ ഇല്ലാതെ. ഇപ്പൊ ഗവൺമെന്റിന്റെ എയ്ഡ് അവിടേക്ക് എത്തിക്കേണ്ട ലോക്കൽ ബോഡീസ് ഉണ്ട്, MLA-മാര്, MP-മാര്, മെമ്പർമാര്, പഞ്ചായത്ത്. ഈ പണമൊക്കെ ചില നേതാക്കന്മാരുടെ പോക്കറ്റുകളിലേക്ക് പോകുന്നു. ഇത് മിഷണറി പ്രവർത്തനങ്ങളിലൂടെ ചെല്ലുന്ന ആളുകൾ ഇവരെ ബോധവാന്മാരാക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇത്തരം ഫണ്ടുകളുണ്ട്, നിങ്ങൾക്ക് അതാണ് ഇവിടുത്തെ ആത്യന്തിക വിഷയം. അപ്പൊ ഒരു കൃത്യമായി കുറെ പേരെ കുറച്ച് പണം കൊടുക്കുന്ന ജന്മിത്ത വ്യവസ്ഥകളൊക്കെ അവിടെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നാടുവാഴി സമ്പ്രദായങ്ങളൊക്കെ. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ അത് തെറ്റാണെന്നുള്ള ബോധ്യം അവിടുത്തെ മനുഷ്യരിലേക്ക് കൊടുക്കുന്നതിൽ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും സാധിക്കുന്നുണ്ട്, മിഷൻ പ്രവർത്തനം. അത് പക്ഷെ അതിനെ അവർ വേറെ രീതിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതെല്ലാം കൺവേർഷനാണ്. അതായത് ഈ കുട്ടികളെ പോലും കൺവേർഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു. അവരെ ഹ്യൂമൻ ട്രാഫിക്കിങ്, ഈ 2 വേർഡാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത്. അല്ലാണ്ട് ഇവർക്ക് പ്രോപ്പർ ഡോക്യുമെന്റ് ഉണ്ടെന്നോ ഇല്ലെന്നോ ഇതൊന്നുമല്ല വിഷയം. അപ്പൊ ഇവരെ ഒരു എന്താ പറയാ, ആൾക്കൂട്ട വിചാരണ ചെയ്യുക, അതിലേക്ക് വന്ന് പ്രഷറൈസ് ചെയ്യുക, അങ്ങനെയുള്ള വിഷയങ്ങൾ. ജബൽപൂരും ഇത് തന്നെ വിഷയം. അപ്പൊ ഇത് സത്യം പറഞ്ഞാൽ മിഷനില് കൺവേർഷൻ നടത്തുന്നു. അങ്ങനെ കൺവേർഷൻ നടത്തുന്നു എന്നെങ്കിൽ നമ്മളിപ്പോ എത്രയോ ജനസംഖ്യയിൽ എത്തിയിട്ടുണ്ടോ? ക്രൈസ്തവരുടെ പെർസെൻറ്റേജ് ഇന്ത്യ മഹാരാജ്യത്ത് 2.53% ഉള്ളൂ. ആകെപ്പാടെ 100-ൽ 2.53 പേരേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ 2000 വർഷത്തെ പാരമ്പര്യമുള്ള ഭാരത ക്രൈസ്തവർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു 50% മുകളിലെങ്കിലും ജനസംഖ്യ ഉണ്ട്. വേണ്ട 10%. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു 15, 20, 30 വർഷത്തെ ഗ്രാഫ് നോക്കിയാൽ പോലും കീഴ്പോട്ടാണ്. 1.1% പോലും നമ്മൾ കൂടുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ നമ്മള് സംഘടിതമായി മതപരിവർത്തകർ ആണ് എന്നുള്ള ഒരു ചിത്രീകരണം കൊണ്ടുവരുന്നതിന്
ശരിക്കും പറഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷെ ഇതിന്റെ പിന്നിലുള്ളൊരു ചില RSSന്റെ പറയാതിരിക്കാൻ പറ്റില്ല. RSSന്റെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ബജരംഗദള അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു. അതിനെ ചില ബോഡീസ്, സർക്കാർ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുന്നു. ഇപ്പൊ ഈവൻ കേരളത്തിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കൂ, കഴിഞ്ഞ ക്രിസ്മസിന്റെ സമയത്ത് പാലക്കാട് പുൽക്കൂട് തകർത്ത വിഷയങ്ങളില്ലേ, പാലയൂര് ക്രിസ്മസ് ദിനത്തിന്റെ ആഘോഷങ്ങൾ തടഞ്ഞ വിഷയങ്ങളില്ലേ, അതെങ്ങനെയാ വരുന്നത്? ഇത് മതപരിവർത്തനത്തിന്റെ പേരിലാണോ? അല്ല. അപ്പൊ സംഘടിത ശക്തികളുടെ മുമ്പിൽ അധികാരമുണ്ടെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ ചോദ്യം ചെയ്യും, ഞങ്ങൾ തടയും എന്നുള്ള ഒരു വിഷയത്തിലേക്ക് വന്നില്ലേ? അപ്പൊ ഈ വിഷയങ്ങൾ നമ്മൾ ശരിക്കും ചില രീതിയിൽ ഒരു ആംഗിളിൽ നമ്മൾ ജാഗ്രതരാകുന്നതോടൊപ്പം തന്നെ നമ്മൾ ചിലത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്, പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. നമ്മളിത് ഇത്രയും കാലം ഇവിടെ വിദ്യാഭ്യാസം കൊടുത്തു, കാര്യങ്ങൾ കൊണ്ടുവന്നു, നമ്മളവിടെ കൺവേർഷൻ ആരെയാണ് കമ്പൽ ചെയ്തിട്ടുള്ളത്? നമ്മൾ നിർബന്ധിത കൺവേർഷൻ നടത്തിയിട്ടുള്ള ഏതെങ്കിലും വിഷയങ്ങൾ കൊണ്ടുവരും? അതാ നമുക്ക് അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. മറ്റൊരു ആംഗിളിൽ കൂടി ചോദിച്ചോട്ടെ, നമുക്ക് ഇത്രയും അധികം ആളുകളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ പറ്റിയിട്ടില്ല. മതപരിവർത്തനം എന്ന് പറയുന്നതും ഒരു മതത്തിൽ ആകൃഷ്ടരായി ആ മതം സ്വീകരിക്കുന്നതും രണ്ടും രണ്ട് തന്നെയാണല്ലോ, അല്ലെ? രണ്ടാ തന്നെയാണല്ലോ. ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്നു. ക്രിസ്തുവിനെ ആകർഷിക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ക്രിസ്തുവിനെ ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് അവർ, പക്ഷെ നമ്മൾ അവരെ കൺവേർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ കൺവേർട്ട് ചെയ്യണ്ട, അത് വിടുക. കൺവേർട്ട് ചെയ്യുക എന്നതല്ലല്ലോ നമ്മളുടെ ചിന്ത. അത്രയും അധികം ആളുകൾ ആകൃഷ്ടരായി ആ ഒരു വിശ്വാസത്തിലേക്ക് ഔദ്യോഗികമായി സ്വീകരിക്കപ്പെടുന്നതിനെയാണല്ലോ ഒരു മതത്തിലേക്ക് ഒരാൾ ചേരുക എന്ന് പറയുന്നത്. ആ നിലയിൽ നമ്മളുടെ ഇത്രയും കാലത്തെ നമ്മളുടെ പരിശ്രമങ്ങൾക്ക് ആ നിലയിൽ പങ്കു പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇതിന്റെ ഗ്രാഫ് താഴേക്ക് വരികയാണല്ലോ. അങ്ങനെയെങ്കിൽ അത്രയും അധികം ആളുകളെ ഇങ്ങനെ ആകൃഷ്ടരായി ഈ ഒരു സംവിധാനത്തിലേക്ക് സ്വീകരിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ അതിലൊരു ആത്മവിമർശത്തിന്റെ ഒരു സാധ്യതയില്ലേ സച്ചിൻ? തീർച്ചയായിട്ടും അങ്ങനെ കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പൊ കാത്തലിക്സിന്റെ ഇടയിലുള്ള പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഓരോ സ്ഥലങ്ങളിലും എത്ര കണ്ട് ഇപ്പൊ ക്രൈസ്തവര് ഈ പറഞ്ഞ പോലെ അവരുടെ സ്വമേധയാ ആ ഒരു ഇതിലോട്ട് സ്വീകരിച്ചു വന്നിരിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ഓരോ രൂപതകൾക്കും കണക്കുണ്ട്. അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, അങ്ങനെ ഉണ്ടോ ഇല്ലയോ ക്വസ്റ്റ്യൻ. അങ്ങനെ ഇല്ലെങ്കിൽ അതിനൊരു ആത്മവിമർശനത്തിനുള്ള വളരുന്നില്ലെങ്കിൽ നമ്മൾ ഇത്രയും അധികം സംവിധാനവും ഒരു സന്യാസ സമൂഹങ്ങളുടെ വിശ്വാസ സമൂഹത്തിന്റെ വലിയൊരു നിക്ഷേപം ഈ ഇടങ്ങളിൽ നമ്മൾ നിക്ഷേപിക്കുകയാണ്. ഈ നാടിനെ നമ്മൾ ബിൽഡ് ചെയ്യുന്നു. ആശുപത്രികൾ, സ്കൂളുകൾ, ആതുരാലയങ്ങൾ, സംവിധാനങ്ങളെല്ലാം നമ്മൾ ബിൽഡ് ചെയ്ത് തീർച്ചയായിട്ടും അതിലൂടെ ഒത്തിരി ആളുകൾ അങ്ങ് മുമ്പ് പറഞ്ഞതുപോലെ ഈശോയെ അറിയാനും ആ വിശ്വാസത്തിന്റെ വഴിയിലേക്കൊക്കെ വരവാണ്. പക്ഷെ ഫൈനലി അതിൻ്റെ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് അവർ ആകർഷിക്കപ്പെടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഉണ്ടാകാം, ഇല്ലെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലെ? ഈ ഡേറ്റ വെച്ചാണെങ്കിൽ അങ്ങനെയാണ്. അനൗദ്യോഗികമായിട്ട് ഡിഫറെന്റ് ക്വസ്റ്റ്യൻ. അങ്ങനെയെങ്കിൽ അവിടെ അങ്ങ് പറഞ്ഞ പോലെ നമ്പറിലല്ല വിശ്വസിക്കേണ്ടത് എന്നുള്ള ഒരു ഉത്തരത്തിലാണോ അതിന്റെ ഒന്നാമത്തെ? നമ്മളെപ്പോഴും എനിക്ക് തോന്നുന്നു കാത്തലിക്സിന്റെ ഒരു മിഷൻ പ്രവർത്തന മേഖലയിൽ നമ്മൾ ഈ പറഞ്ഞ കൺവേർഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ നിയമങ്ങൾ ഉള്ളത് അതെല്ലാം തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നതിനാൽ തന്നെ നമുക്ക് പലപ്പോഴും ഒരുപക്ഷെ തുറന്നു പറയാനായിട്ട് പോലും പേടിയുണ്ടാവും പല കാര്യങ്ങൾ. ഇത് ഒരു വ്യക്തിയോട് ഇപ്പം നമ്മളോട് പ്രാർത്ഥന കൂടുന്നുണ്ട്, നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ വരാം, ഇനി വന്നു കഴിഞ്ഞ് അയാൾക്ക് ഇതിലേക്ക് വന്ന് മാമോദിസ മുങ്ങാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ അയാൾ ഉടനെ തന്നെ നമ്മൾ മാമോദിസ കൊടുക്കുക. മാത്രമല്ല ഇതിന്റെ കൂടെ അങ്ങ് പറയേണ്ട ചില നിയമങ്ങൾ ഈ രാജ്യത്ത് വിചിത്രമാണ്, അല്ലേ? ഇപ്പം അങ്ങ് ഒരിക്കലും ഞാൻ പറഞ്ഞു ഓർക്കുന്നു, നമ്മുടെ ഇപ്പം ഞാൻ ഇതിനെ തിരിച്ചു വരാം, നമുക്ക് ഈ വിഷയത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് വരാം. ഛത്തീസ്ഗഡ് വിഷയത്തിൽ നമ്മൾ രാഷ്ട്രീയ പാർട്ടികളെ കണ്ടു, അല്ലേ? മുമ്പൊന്നും ഏതെങ്കിലും ഒരു കത്തോലിക്ക സഭ, ക്രിസ്ത്യൻ സമൂഹം പ്രതിസന്ധിയില്ല ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഈ നിലയിൽ അങ്ങ് ഒരു പ്രതിസന്ധി ഒരു തരത്തിലുള്ള ഒരു സാന്ത്വനത്തിന്റെ വാക്കുകൾ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെ? എത്രയോ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, പലപ്പോഴും ഈ പറയുന്ന സഭയ്ക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന് ഒപ്പം നിൽക്കുമെന്ന് നമ്മൾ കരുതുന്ന പല ആളുകളും പല വിഷയങ്ങളും മൗനമാണ്. അത് ഒന്നാമത്തെ വിഷയം. പക്ഷെ നമ്മുടെ രാജ്യത്ത് വളരെ വിചിത്രമായ ചില നിയമങ്ങൾ ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെ സച്ചിൻ? എനിക്കൊന്നും അതിനകത്തെ കുറിച്ച് അറിയാൻ പറ്റുമായിരിക്കും. അതായത് പലപ്പോഴും നമ്മൾക്ക് നേരിടുന്ന ഒരു ആക്ഷേപം എന്ന് പറഞ്ഞാല് മതം മാറി, അതായത് വിശ്വാസപരമായിട്ട് ആ വ്യക്തി മാറുകയും എന്നാൽ പഴയ നാമം തന്നെ അയാൾ കീപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അയാളുടെ റെക്കോർഡിക്കലി നോക്കുമ്പോഴത്തേക്കും അയാൾ ആ പഴയ മതത്തിൽ തന്നെ തുടരുന്നതായിട്ടാണ് റെക്കോർഡിക്കലി. അത് വളരെ ബോധപൂർവം സംഘടിതമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കള്ളത്തരമായിട്ട് ആരോപണം പറയാറുണ്ട്.
അതായത് അയാളോ അയാളുടെ കുടുംബമോ മൊത്തത്തില് ക്രൈസ്തവ ആളുടെ വിശ്വാസത്തിലേക്ക് പേര് മാറാൻ പറ്റത്തില്ലല്ലോ, കാരണം റെക്കോർഡിക്കലല്ലേ. അല്ല. പേര് മാറാൻ പറ്റത്തില്ല. ഇപ്പൊ ഈവൻ സിസ്റ്റേഴ്സ് പോലും മുമ്പ് നമുക്ക് സിസ്റ്റർ നെയിം സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ അവരുടെ ഡോക്യുമെന്റേഷനുകളെല്ലാം ക്ലിയർ ആവുന്നതിന് വേണ്ടി അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എന്താണോ പേര്, ആ പേര് തന്നെയാണ് ഒഫീഷ്യലി ചെയ്യുക. അപ്പം മതം മാറി, മാധവൻ ക്രിസ്ത്യാനി ആയെന്ന് കരുതിയത് മാധവൻ അല്ല, അല്ലാണ്ടാവുന്നില്ല. അവര് പറയുന്നത് മാധവനായി തന്നെ നിന്നോട്ടെ, പക്ഷെ മാധവൻ ക്രിസ്ത്യാനി ഒരിക്കലും ആ ക്രിസ്ത്യൻ മാധവൻ അന്ന് ആയിരുന്ന ചേർക്കണം. ജാതിയുടെ യാതൊരു ബെനിഫിറ്റുകളും പിന്നീട് മാധവന് കിട്ടുന്നില്ല. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുമില്ല. അല്ല, അങ്ങനെയല്ല. അവര് ആരോപിക്കുന്നത് ഇങ്ങനെയാണ്: മാധവൻ ക്രിസ്ത്യാനിയായി പേര് മതം മാറ്റപ്പെടുന്നില്ലെന്നുള്ളതാണ് അതിന്റെ അകത്ത്. ക്രിസ്ത്യാനി ആയെങ്കിൽ വിശ്വാസപരമായിട്ട് രേഖയിൽ ഇപ്പൊ സ്കൂൾ റെക്കോർഡ്സിലോ ഗവൺമെന്റ് റെക്കോർഡ്സിലോ ഒന്നും ഇപ്പൊ ഹിന്ദു ആയിരുന്നു ക്രിസ്ത്യനായി വിശ്വാസപരമായിട്ട് അയാൾ പള്ളിയിൽ പോകാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. പക്ഷെ അത് ലോക്കൽ ബോഡികളുടെ സർവേകളിലും, കാരണം അവന്റെ ഒരു ജാതി സർട്ടിഫിക്കറ്റ് അയാള് ആ വ്യക്തി തന്നെയാണ് അതിന് തീരുമാനമെടുത്ത് മുന്നോട്ട് വരേണ്ടത്. മനസ്സിലാണ്ടോ? അതാണ് ആരോപണമായിട്ട് നിൽക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ അതിനൊരു മറുചോദ്യം ചോദിക്കട്ടെ. ആളുടെ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റിന് കൊടുത്തു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു റിസർവേഷനിൽ ജാതി സർട്ടിഫിക്കറ്റ് പെട്ട ഒരാളാണെങ്കിൽ ഈ മാധവൻ എനിക്ക് ഈ റിസർവേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ വില്ലേജ് ഓഫീസർ കൊടുക്കുമോ? കൊടുക്കില്ല. അവിടെ വില്ലേജ് ഓഫീസർ പറയും താങ്കൾ ക്രിസ്ത്യാനിയാണ്, അതിനാൽ അങ്ങനെയല്ല, അത് വ്യത്യാസമുണ്ട്. ആ വില്ലേജ് ഓഫീസറിനെ ഈ വ്യക്തിനെ വ്യക്തിപരമായിട്ട് അറിയുകയും അങ്ങനെ ഒരു സാധനം വില്ലേജ് ഓഫീസർ ഇനീഷ്യേറ്റ് ചെയ്താലും മാത്രമേ അത് കൃത്യമായിട്ട്. അത് മാത്രമല്ലല്ലോ, ഇപ്പൊ ഉദാഹരണം ആദിവാസി സമൂഹത്തിൽ നിന്ന് ഒരാള് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ ഐഡന്റിറ്റി എന്തായിരിക്കും? അത് ഉൾപ്പെടെയുള്ള പല നിയമങ്ങൾ രാജ്യത്തില്ലേ? അതെ. അപ്പൊ അവർക്ക് ആദിവാസി ആയിരുന്ന സമയത്തുള്ള സംവരണങ്ങൾ കംപ്ലീറ്റ് റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. അപ്പൊ പലപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ആദിവാസി അയാളുടെ ഏതെങ്കിലും ഒരു ആദിവാസി ഒരു ദൈവനോ ദൈവിയോ ആരാധിച്ചിരുന്ന ഒരാളായിരിക്കാം, ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു സെക്റ്റിൽ പെടുന്ന ആളാന്ന് വിചാരിക്കാം. പക്ഷെ അയാൾ ഒരു ക്രിസ്ത്യൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ആദിവാസി സ്റ്റാറ്റസ് മാറി എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്, ഇതെങ്ങനെയാണ് വിശ്വാസം കൊണ്ട് ആദിവാസി സ്റ്റാറ്റസ് മാറുന്നത്? അത് ഭരണഘടനയിലും മാറ്റം വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അതൊക്കെ നമ്മുടെ രാജ്യത്ത് പാസ്സാക്കിയ രാഷ്ട്രീയ പാർട്ടികൾ. അതെന്തിനാ അങ്ങനെ നിയമം പാസ്സാക്കിയത്? അവൻ ഒരു കാരണവശാലും അവൻ ആയിരിക്കുന്നതും മാറരുത്, അതിനുവേണ്ടി അവനെ ലോക്ക് ചെയ്തിടുക. നീ അതിൽ നിയമങ്ങളാണ് ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രശ്നമായത്. അപ്പം ഒരു സ്ഥലത്ത് ക്രൈസ്തവരുടെ ഈ ഒരു പ്രതിസന്ധിയിൽ ഞങ്ങൾ ഉണ്ട് എന്ന് ഉറക്കെ പറയുന്ന ആളുകൾ ഇവർ തന്നെ രാഷ്ട്രീയത്തിൽ അധികാരത്തിലുള്ള സമയത്ത്, അല്ലെങ്കിൽ ഇവർ തന്നെ പാർലമെന്റിൽ കസേരകളിൽ വളരെ ധൈര്യത്തോടെ ഇരുന്ന സമയത്ത് ഈ നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാത്തതാണ്. അതിലെതിരെ അവർ ശബ്ദിച്ചത് മാത്രമല്ല, നമ്മുടെ സംവിധാനങ്ങൾ, നമ്മുടെ സംഘടനകൾ എത്രത്തോളം ശബ്ദിച്ചിട്ടുണ്ട് എന്നൊരു ചോദ്യം മറുവശത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു കാപട്യത്തിന്റെ രാഷ്ട്രീയം കൂടി നമ്മൾ ഈ വിഷയങ്ങളിൽ കാണേണ്ടത്. അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ ശരിക്കും പറഞ്ഞ ഒരു കാപ്പട്ടിയ രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് വേണ്ടി പ്രധാന മുന്നണികൾ ഇവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ കാലം ഈ കഴിഞ്ഞ ഒരു 10, 15, 20 വർഷത്തിനിടയ്ക്ക് കിട്ടാത്ത അത്രയും പിന്തുണ ഒരു ക്രൈസ്തവ വിഷയത്തിൽ പിന്തുണ ഇവിടെ കേരള സമൂഹത്തിൽ കിട്ടിയത്. ഇത് എന്തുണ്ടായി? ഇപ്പൊ ഈ ഇതിനകത്ത് കോൺഗ്രസ് പ്രതികരിച്ചു, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പ്രതികരിച്ചു, SDPI പോലും പ്രതികരിച്ചങ്ങോട്ട് ക്രൈസ്തവരെ അങ്ങോട്ട് രക്ഷിച്ചങ്ങ് കൊണ്ടുപോവുകയാണ്. എവിടേക്കാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഈ വിഷയത്തെ ആധാരമാക്കി എന്ന് മാത്രമേ എനിക്ക് പറയാം. എനിക്ക് തോന്നുന്നില്ല. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള മിഷൻ മേഖലയിലെ ആക്രമണങ്ങൾ, ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള ഭീഷണികൾ, ഈ വിഷയങ്ങളിൽ നമ്മൾ പുലർത്തേണ്ട ജാഗ്രത, പ്രായോഗികമായ സമീപനം, ഈ വിഷയമാണ് ഷക്കീന ഫയർ റൂം ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും ഈ വിഷയങ്ങളിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ക്രൈസ്തവ മിഷണറിമാർക്ക് പൂർണ്ണമായ പിന്തുണ നൽകേണ്ടത്, അവർ ചെയ്യുന്ന ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് പൂർണ്ണമായ പിന്തുണ നൽകേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനുമപ്പുറത്തേക്ക് ഈ വിഷയങ്ങളിൽ ചില ജാഗ്രതകൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അതിനുമപ്പുറത്തേക്ക് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പ്രതിസന്ധികൾക്കൊപ്പം നിൽക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ പൊള്ളത്തരവും ചർച്ചയ്ക്ക് വിധേയമാക്കണം. ഷക്കീന ഫയർ റൂം അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.